ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിയിരിക്കുകയാണ്. അപ്പം ഏത് വണ്ടിയാണത്, എന്തിനാണത് വാങ്ങിയത്, എന്തുകൊണ്ട് ആ വണ്ടി വാങ്ങി എന്നുള്ള കുറേ ചോദ്യങ്ങളും അതുപോലെ ആ വണ്ടിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എക്സ്പീരിയൻസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ മറ്റ് വണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. റിനോ ഡസ്റ്റർ 110 ആയിരുന്നു, ഡീസലായിരുന്നു നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോഴും ഉണ്ട്, അത് കൊടുത്തിട്ടില്ല, നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അത് പോരാതെ നമുക്ക് വേറൊരു വണ്ടിയുടെ ആവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ അടുത്ത വാഹനം എടുത്തത്. അടുത്തൊരു വാഹനം എന്ന് പറയുമ്പോൾ കുറച്ച് കൺസേൺസ് എനിക്ക് ഉണ്ടായിരുന്നു. അതായത് അത് ഓട്ടോമാറ്റിക് ആയിരിക്കണം, കുറച്ചുകൂടെ ഒതുങ്ങിയ വണ്ടി ആയിരിക്കണം, നമുക്ക് ഡെയിലി യൂസിന് കുറച്ചുകൂടെ പറ്റുന്ന വാഹനമായിരിക്കണം. പല കുറച്ച് കാരണമാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് വന്നത്. അപ്പം അത് ഏത് വാഹനമാണെന്നും അത് എന്തുകൊണ്ടാണ് അത് എടുത്തുവെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണത്. അപ്പോൾ ഏത് വാഹനമാണ് നമ്മൾ വാങ്ങിയെന്നുള്ളത് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പുതിയ വാഹനം, സുസുക്കി സ്വിഫ്റ്റ് VXI ഓട്ടോമാറ്റിക് 2019 ആണ് നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ള വാഹനം. ഞാൻ എന്തിനാണ് ഈ ഒരു വാഹനം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവസാനം പറഞ്ഞില്ലേ ഓട്ടോമാറ്റിക്, ആ ഒരു സംഭവം കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വാഹനത്തിലേക്ക് വന്നത്. ബാക്കിയുള്ളതെല്ലാം മോശമാണെന്നല്ല അർത്ഥം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുള്ളതാണ്. കാരണം സ്വിഫ്റ്റ്, നമ്മുടെ നേരത്തെയുള്ള ഡസ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളതും ആ ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇതിൻ്റെ ക്ലച്ച്. ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലച്ച് കുറച്ച് ടൈറ്റാണ്. ഡീസൽ ഡസ്റ്റർ യൂസ് ചെയ്യുന്നവർക്കറിയാം, അതിന് ഭയങ്കര ടൈറ്റാണ് എൻ്റെ ക്ലച്ച്. അപ്പം ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ഇപ്പോഴത്തെ ട്രാഫിക്കിലൊക്കെ ശരിക്കും ഒരു ഓട്ടോമാറ്റിക് വണ്ടി താല്പര്യമാണ്. എന്നോട് ഇപ്പോഴും വാഹനം എടുക്കാൻ പലരും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്, മാനുവൽ വേണമെന്നുള്ള നിർബന്ധമുള്ളവരോടല്ല, അല്ലാത്തവരോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഓട്ടോമാറ്റിക് തന്നെ എടുക്കുക എന്നാണ്. കാരണം ഇപ്പോഴത്തെ ഗിയർ ബോക്സുകളൊക്കെ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ചോദിക്കും AMT ഗിയർ ബോക്സ് മോശമല്ലേ എന്നുള്ളത്. AMT ആണ് ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. AMT ഒരിക്കലും മോശമല്ല, അത് ഉപയോഗിച്ച് അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് അത് ഒട്ടും മോശമല്ല. കാരണം ലാഗ് കുറേ പേര് പറയാറുണ്ട് AMT. ഞാൻ AMT എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിരുന്നു AMT വേണോ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ CVT ഡ്രൈവ് ചെയ്ത് നോക്കി. ബലേനോയ്ക്ക് CVT ആയിരുന്നല്ലോ വന്നിരുന്നത്. അത് CVT യൂസ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് പറ്റുന്നില്ല വണ്ടി. CVT എന്നുള്ളതൊരു കാര്യം എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കൊരു ഡ്രൈവിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല, എനിക്ക് പേഴ്സണലി. അല്ലെങ്കിൽ പാഡിൽ ഷിഫ്റ്റേഴ്സൊക്കെ വേണം, പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്, അല്ലാത്ത പക്ഷം എനിക്ക് പറ്റില്ല. അങ്ങനെ നോക്കിയപ്പം സ്വിഫ്റ്റ് ഞാൻ AMT നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സ്വിഫ്റ്റ് AMT നമ്മൾ സ്വന്തമാക്കിയത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെ വണ്ടികൾ നമ്മൾ നോക്കി, നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത വണ്ടികൾ ഏതൊക്കെയായിരുന്നു, എന്നിട്ടാണ് സ്വിഫ്റ്റിലേക്ക് വന്നതെന്നുള്ളത്. അപ്പം ആദ്യം തന്നെ എൻ്റെ പ്രിഫറൻസ് ഞാൻ പറയാം. ഒരു വണ്ടി നോക്കി തുടങ്ങിയപ്പോൾ ഞാൻ കൈ കൊട്ടാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പിടിച്ചേക്കാം കേട്ടോ, അല്ല എൻ്റെ കൈയിന് ഈ പ്രശ്നം കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഞാൻ പ്രിഫറൻസ് പറയാം. എനിക്ക് ആദ്യമുള്ള പ്രിഫറൻസ് മൈലേജ് ആയിരുന്നു. മൈലേജ് എന്നുള്ളത് ഡസ്റ്ററിൽ ഒട്ടും കുറവാണെന്നല്ല ഞാൻ പറയുന്നത്, എങ്കിലും കുറച്ചുകൂടെ മൈലേജൊക്കെ ഉള്ളൊരു വണ്ടി വേണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ കുറച്ചുകൂടെ ഒതുങ്ങിയ വണ്ടി വേണം, ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് വണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ നോക്കിയത് ഫോർഡ് ഫിഗോ ആണ്. ഫിഗോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഫോർഡ് എന്നൊരു ബ്രാൻഡ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണോ എനിക്കറിയില്ല. ഫോർഡ് ഫിഗോ, അതായത് ഒരു കോമ്പാക്ട് വണ്ടികൾ നോക്കുമ്പോൾ ഫോർഡ് ഫിഗോ എൻ്റെ മനസ്സിൽ ആദ്യം വന്ന വണ്ടിയാണ്. നമ്മൾ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർഡ് ഫ്രീ സ്റ്റൈൽ, യാസിൻ ബ്രോയുടെ ഫോർഡ് ഫ്രീ സ്റ്റൈൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ശേഷമായിരിക്കാം എനിക്ക് കൂടുതൽ അതിനോട് താല്പര്യം തോന്നി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഫോർഡ് ഫ്രീ സ്റ്റൈൽ ഓർ ഫിഗോ എന്നുള്ളൊരു കാര്യം ഞാൻ നോക്കി വന്നു. അപ്പം വണ്ടിയൊക്കെ ഓക്കെയാണ്, അത്യാവശ്യം കിലോമീറ്റർ കൂടുതൽ ഓടിയതൊക്കെയാണ്. കാരണം നമുക്ക് യൂസ്ഡ് മേടിക്കാനേ അവൾക്ക് കിട്ടുള്ളൂ. അത് കിലോമീറ്റർ ഓടിയതൊക്കെയാണ് കിടന്നിരുന്നത്. എങ്കിലും അതിൻ്റെ ഡീസലാണ് കുറച്ചുകൂടെ ബെറ്റർ. പെട്രോൾ എന്നത് അത്ര പോരാ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കേട്ടു. അതുകൊണ്ട് പിന്നെ അത് വേണ്ട എന്നുള്ളൊരു കാര്യം നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ പ്രിഫറൻസ് ആയിരുന്നല്ലോ. അപ്പം പെട്രോളിന് പെർഫോമൻസ് തീരെ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ശരിക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തില്ല കേട്ടോ. അത് മാത്രമല്ല, ഫോർഡിൻ്റെ പാർട്സൊക്കെ റെഡി പാർട്സൊക്കെ നോർമൽ പാർട്സൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുമെങ്കിലും മേജർ പാർട്സ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്ത് വരേണ്ടി താമസമുണ്ട് എന്നൊരു അപശ്രുതി കേട്ടു. അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചില്ല, അതുകൊണ്ട് എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു. എങ്കിലും ഞാൻ ട്രബിൾ ഫ്രീ ആകാമെന്ന് വിചാരിച്ച് പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. പക്ഷേ നല്ല ഡീലിൽ നല്ല ഫോർഡ് ഫിഗോസ് ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏതായാലും അത് സ്കിപ്പ് ചെയ്യായിരുന്നു. പിന്നീട് അടുത്തത് നമ്മൾ നോക്കിയത് സ്വിഫ്റ്റിലേക്കായിരുന്നു. സ്വിഫ്റ്റിലോട്ട് വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് ബലേനോയിലോട്ടൊരു ചാഞ്ചാട്ടം വന്നു. കാരണം കുറച്ചുകൂടെ വലിയ വണ്ടി,
പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കോമ്പാക്ട് വണ്ടിയല്ല നോക്കുന്നത്, അപ്പം സ്വിഫ്റ്റിലേക്ക് തന്നെ ഒതുങ്ങാമെന്ന്. പിന്നെ ഒന്നുകൂടെ ചാഞ്ചാടി. കാരണം സ്വിഫ്റ്റ് എന്നുള്ളൊരു വണ്ടി എടുത്തിട്ട് പെട്രോൾ അടിച്ച് EMI അടച്ച് പോകുന്നതിലും നല്ലതൊരു ഇലക്ട്രിക് വാഹനം എടുക്കുന്നതല്ലേ. അങ്ങനെ ടാറ്റ ടിയാഗോ EV അതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് ഇലക്ട്രിക് കാർ. ഇപ്പം അതിനെക്കാട്ടി 5000 രൂപ കുറച്ചാണ് കൊമറ്റ് EV കുറച്ചാണ് കൊമറ്റ് EV വരുന്നത്. എങ്കിലും അത് ഞാൻ കൺസിഡർ ചെയ്തില്ല. മോശം വണ്ടിയായിട്ടല്ല, നല്ല വണ്ടി തന്നെയാണ്. പക്ഷേ എനിക്ക് ടിയാഗോ EV എന്നുള്ളതാണ് കൺസിഡർ ചെയ്തത്. അത് വെച്ച് നോക്കിയപ്പോൾ 9.5 lakhs 10 lakhs താഴെ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ലോ റേഞ്ച് വേരിയൻ്റ് ആണ്. അതിൻ്റെ ഹൈ റേഞ്ച് വേരിയൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ 11.5 lakhs കൊടുക്കണമായിരുന്നു. അപ്പം 12 lakhs അടുപ്പിച്ച് നമ്മളൊരു വണ്ടി എടുത്തിട്ട് ഞാനത് എത്ര നാൾ ഓടി മുതലാക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ടിയാഗോ എന്നുള്ളത് എനിക്ക് വലിയൊരു സ്വപ്ന വാഹനം എന്നുള്ളൊരു കാര്യമൊന്നുമില്ല. ഓട്ടത്തിൽ കുറച്ച് ലാഭം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആണ് ഞാനൊരു കാര്യം ചിന്തിച്ചത്. അങ്ങനെ ടിയാഗോ EV എന്നുള്ളൊരു കാര്യം വന്നു. ഷോറൂമിലെല്ലാം വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കി. പിന്നെ ഇതിൻ്റെ ഇലക്ട്രിക് വാഹനം എടുക്കുന്നതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കുറച്ചുകൂടെ നാളൂടെ കഴിഞ്ഞിട്ടെടുക്കാം. അത് എന്തായാലും നമ്മൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഭാവിയിൽ യൂസ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അത് കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ട് എടുക്കാം എന്നുള്ള വിചാരത്തിൽ ഞാൻ തൽക്കാലം ഇലക്ട്രിക് എടുത്തില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഇലക്ട്രിക് മോശമായിട്ടോ അല്ലെങ്കിൽ പെർഫോമൻസ് ഇല്ലാഞ്ഞിട്ടോ, പെർഫോമൻസൊക്കെ ഭയങ്കര പെർഫോമൻസാണ്. നമ്മുടെ ഓരോ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. പെട്രോൾ വണ്ടിയുടെ ഡബിൾ പെർഫോമൻസാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നമുക്ക് കാണുന്നത്. ഇലക്ട്രിക് വാഹനത്തിന് ഫീൽ ഇല്ലെന്നോ അങ്ങനത്തെ പല കമൻസും പലരും പറയാറുണ്ട്. നല്ല ഫീലാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ സ്വിഫ്റ്റിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ആ ഒരു പിക്കപ്പില്ലേ, ആ ഒരു പിക്കപ്പ് അതിനെക്കാട്ടിൽ *2 എന്ന് വേണേൽ പറയാം നമ്മുടെ ടിയാഗോ EVയിൽ കൊടുക്കുമ്പോൾ. അത്ര പവറാണ്, അത്രയും ടോർക്കി എൻജിനല്ല മോട്ടറാണ് അതിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പവറിൻ്റെ കാര്യത്തിലൊന്നും ഓർത്തിട്ടല്ല ഞാൻ EV നോക്കാഞ്ഞത്. ഇലക്ട്രിക് വാഹനം കുറച്ച് കഴിഞ്ഞ് ആവാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ അത് നോക്കാഞ്ഞത്. അങ്ങനെ ടിയാഗോ നമ്മൾ വീണ്ടും താഴേക്ക് ഞാൻ പറഞ്ഞില്ല, ബലെനോ CVT ഓടിച്ച് നോക്കി. എനിക്കിഷ്ടപ്പെട്ടില്ല. അതിനുശേഷം CVT ഫാൻസ് ഒന്നും പറയില്ല, കാരണം എനിക്കിഷ്ടപ്പെട്ടില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസാണ്. ഞാനും ആര് ചോദിച്ചാലും പറയുന്നത് ഒരിക്കലും വണ്ടി ഓടിച്ച് നോക്കാതെ വണ്ടി എടുക്കരുത്. കാരണം ഓരോരുത്തർക്കും റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഓടിച്ച് നോക്കിയില്ലടാ, ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുത്താൽ മതിയായിരുന്നു എന്നവൻ പറഞ്ഞു. അപ്പോൾ ഞാനവനോട് ചോദിച്ചു, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുത്താൽ പോരായിരുന്നു. അപ്പോൾ ഞാനും പല ഇതിലും പറയാറുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഒന്നുമില്ല, ഒരു വലിയ ബുദ്ധിമുട്ടുള്ള വലിയ ടാസ്ക് ഒന്നുമില്ല. ഏതായാലും നമ്മൾ 10-20 ലക്ഷം രൂപയൊക്കെ മുടക്കി ഒരു വണ്ടി എടുക്കുന്ന ആൾക്ക് ഒരു 2-3 ദിവസം മതി. അതായത് ഒരു ദിവസം വേണേൽ 2 ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ പറ്റും. 3 ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ആൾക്കാർ വരെ ഉണ്ട്. ആൾക്കാരല്ല, 3-4 ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ MG ഹെക്ടർ പ്ലസിൻ്റെ വീഡിയോയിൽ നമ്മുടെ രാഹുലേട്ടനൊക്കെ നമ്മൾ ചോദിച്ചായിരുന്നു, രാഹുൽ അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞിരുന്നു, അവർ ഒരേ ദിവസം 3 വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അതായത് MG ഹെക്ടർ പ്ലസ്, അതുപോലെ ടാറ്റ ഹാരിയർ, ജീപ്പ് കോമ്പസ് ആണെന്ന് തോന്നുന്നു. അതെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് അപ്പോഴും അവർക്ക് ഡിഫറൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ അവർ ഇന്നോവ ക്രിസ്റ്റയും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു, 4 വണ്ടി സംതിങ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും, എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഈ വണ്ടികളുള്ളത്. അത് ഇന്ന് ഓടിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞ് ഓടിച്ചാൽ അത്രയും മനസ്സിലായില്ല, എങ്കിലും നമുക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രം വണ്ടി ചൂസ് ചെയ്യുക. അങ്ങനെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ ബലെനോ എന്നല്ല CVT എന്നുള്ളത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ വീണ്ടും സ്വിഫ്റ്റിലേക്ക് വന്നു. പിന്നെ സ്വിഫ്റ്റ് AMT എന്നുള്ളതായി നമ്മുടെ സ്വപ്നവാഹനം. അപ്പോൾ അതിന് വേണ്ടി നോക്കി. നമ്മൾ പുതിയ വണ്ടിയല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് 2019 മോഡലാണ്, 2018 ഡിസംബർ ആട്ടോ, സോറി. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കിലോമീറ്റേഴ്സ് ആകാത്ത വണ്ടികളൊക്കെ നോക്കി വന്നു. ഇത് ഏകദേശം 33,000 കിലോമീറ്ററേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത്രയും ഓടിയൊരു വാഹനം, നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനം കിട്ടിയപ്പം നമ്മളത് സ്വന്തമാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഷെയർ ചെയ്യാം. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം നമുക്ക് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, കുറച്ച് സ്പീഡിലാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്കിലും. ഓക്കെ, അപ്പം ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഇംപ്രഷനിൽ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. AMT ഗിയർ ബോക്സ് ആണ്, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ നോർമൽ മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിനെ ഓട്ടോമാറ്റിക് ആക്കി എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റഡ് ടെക്നോളജി ഒന്നും വന്നിട്ടില്ല. നമ്മുടെ വേറെ ഗിയർ ബോക്സുകൾ CVTയും DSGയും ടോർക്ക് കൺവേർട്ടറും വരുന്ന പോലെ ഭയങ്കര ടെക്നോളജീസ് ഒന്നും വന്നിട്ടില്ല. ആ ഒരു ഗിയർ ബോക്സിനെ ഓട്ടോമാറ്റിക് ആക്കി എന്ന് വെച്ചാൽ നമ്മൾ ക്ലച്ച് ചവിട്ടി ഗിയർ മാറുന്നത് അകത്തിരുന്ന് ഒരാൾ ചെയ്യുന്നു എന്നുള്ളൊരു ചെറിയ വ്യത്യാസം മാത്രമേ AMT ഗിയർ ബോക്സിന് വന്നിട്ടുള്ളൂ. AMT ഗിയർ ബോക്സിനെ പറ്റി പലരും ലാഗി ഗിയർ ബോക്സ് എന്നുള്ളൊരു കാര്യം പറയാറുണ്ട്. പക്ഷേ എനിക്ക് ആ ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് AMT ഗിയർ ബോക്സ് ഇഷ്ടമാണ്. ഞാൻ AMT ഓടിച്ചിട്ട് അത് മറ്റുള്ള വണ്ടിയൊന്നും ഓടിച്ച് നോക്കാഞ്ഞിട്ടല്ല, എനിക്കിഷ്ടമാണ്. കാരണം ഒരു ചീപ്പർ ഗിയർ ബോക്സ് ആണ് AMT എന്നുള്ളത്. ഇത്രയും വിലയുള്ളൊരു വാഹനത്തിൽ AMT അല്ലാതെ DCT ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ AMTയിൽ ഞാൻ അറിഞ്ഞുകൊണ്ടായതല്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. എനിക്ക് AMTയുടെ അതായത് CVTയെ വെച്ച് നോക്കുമ്പോൾ ഒരു ട്രാൻസ്മിഷനൊക്കെ ആയി വരുന്നതൊക്കെയല്ലേ രസം. അതിൻ്റെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു രസം കിട്ടണമെങ്കിൽ നമ്മൾ മാനുവൽ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്നതിൻ്റെ സുഖം കിട്ടില്ല എങ്കിലും
AMT ഗിയർ മാറിപ്പോകുന്നതിൻ്റെ, അതായത് നമ്മൾ അതിൽ ഒരേ ഒരു പ്രശ്നം വരുന്നത് ഓവർടേക്ക് ചെയ്യുന്ന സമയം മാത്രമാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കാല് കൊടുക്കുമ്പം, ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് തേർഡിലോട്ട് അല്ലെങ്കിൽ സെക്കൻഡിൽ പോകുന്ന റെയറാണ്, തേർഡിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുറമോട്ടൊന്ന് വലിങ്ങിയിട്ടാണ് കയറി പോകുന്നത്. ആ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരും ഉദ്ദേശിച്ചിട്ട് ലാഗി ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രീതിയിൽ കാല് കൊടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും താഴോട്ട് പോകില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാനുവലി ഓടിക്കാനുള്ള ഓപ്ഷനും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും ഓട്ടോമാറ്റിക് മേടിച്ചിട്ട് മാനുവലി ഓടിക്കാനാണ് ഇപ്പോൾ എന്തിനുന്നത്. പക്ഷേ മാനുവലി അങ്ങനല്ല, ജസ്റ്റ് പ്ലസ് മൈനസ് മാത്രം കൊടുത്താൽ മതി. പ്ലസ് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഫോർത്ത് ഗിയറിൽ പോവുകയാണ്, ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് മാനുവലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇട്ടിരുന്നിട്ട് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് കയറി പോകാൻ പറ്റും. അതുകൊണ്ട് അതൊരു ലാഗി അല്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് AMT ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടുകൾ പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഒരേ ഒരു കാര്യമുള്ളത്, ഇതിൻ്റെ ഇനി ഹിൽ ഹോൾഡ് അസിസ്റ്റുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് കയറ്റത്ത് നമ്മൾ ബാക്കിലോട്ടൊന്ന് പോകും. അതിന് മുമ്പേ നമ്മൾ ക്ലച്ച് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം മതി. ഈ മോഡലിന് അത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. അതല്ലാത്ത രീതിയിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് എനിക്കൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. ഞാൻ ഡ്രൈവിംഗ് ഫൺ എൻജോയ് ചെയ്ത് തന്നെയാണ് ഇത്രയും നാൾ ഓടിച്ചത്. ഇത്രയും നാൾ മീൻസ് 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസം കൊണ്ട് നല്ലതായിട്ട് ഓടിച്ചു. നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഏറ്റവും ഇഷ്ടപ്പെട്ട അടുത്ത കാര്യം ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ഡിസൈൻ എന്നുള്ളത്. എനിക്ക് ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബലേനയെക്കാട്ടിൽ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള വേറൊരു കാരണം. നേരത്തെയുള്ള സ്വിഫ്റ്റ് ഒട്ടും മോശമല്ല എങ്കിലും ഹെഡും ടെയിലും അതുപോലെ ഡോറൊക്കെ ഇവിടെയാണ് വരുന്നത്. അതത്ര ഇഷ്ടമല്ല എങ്കിലും എൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ നോക്കുമ്പം ഓക്കെയാണ്. എനിക്ക് ഇതിൻ്റെ ഡിസൈൻ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് വേറൊരു കാരണം അതാണ്. ഓക്കെ, പിന്നീട് ഇൻറ്റീരിയർ. പുതിയ വണ്ടിയെക്കാട്ടിൽ മെച്ചപ്പെട്ടൊരു ഇൻറ്റീരിയറാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ വേണേൽ പറയാം. കാരണം അത്ര നീറ്റാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ. എനിക്ക് നല്ലൊരു ലക്കാണ് ആ ഒരു കാര്യത്തിൽ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു ഇത്. ഓക്കെ, അപ്പം ഇത് VXI വേരിയൻ്റ് ആയാണ് വന്നിരിക്കുന്നത് കൊണ്ട് ഇതിന് സ്റ്റിയറിംഗ് കൺട്രോൾസിൽ മ്യൂസിക് ചേഞ്ചിങ്ങും അതുപോലെ വോളിയം കൺട്രോളും മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി ഫീച്ചേഴ്സുകൾ ബ്ലൂടൂത്ത് കോളിങ്ങിൻ്റെ സ്വിച്ചസും ഇതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് അല്ല എങ്കിലും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് മിറേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ വിൻഡോസ് കാര്യങ്ങളും അതും എല്ലാം വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC ഒന്നുമല്ല, മാനുവലാണ്. അതുപോലെ ഡിസ്പ്ലേ വന്നിട്ടില്ല. ആ കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ MID എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. നല്ല കളർ കോമ്പിനേഷനാണ്. ആ ഒരു റെഡും ബാക്കി കളേഴ്സും ആ ഒരു റെഡ് ലൈനിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു. സ്വിഫ്റ്റിൻ്റെ ആ ഒരു സംഭവം എന്നെ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്തു. ബാക്കി സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഒരു പ്രാക്ടിക്കൽ വെഹിക്കിൾ എന്നുള്ളതാണ് ഈ ഒരു സ്വിഫ്റ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നീട് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ മ്യൂസിക്, ഓഡിയോ ക്വാളിറ്റി, സ്പീക്കർ ക്വാളിറ്റി നല്ല രീതിയിൽ എനിക്ക് ഓക്കെയാണ്. കാരണം ഞാൻ പാട്ട് കേട്ടുകൊണ്ട് വണ്ടി ഓടിക്കാത്ത ഒരാളാണ്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് വെക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ട് ഓടിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് എനിക്കത് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ബ്ലൂടൂത്ത് കോളിങ്ങിനുള്ള ക്വാളിറ്റിയൊക്കെ അത്യാവശ്യമുണ്ട്. അതിന് വലിയ ബേസിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. കണ്ടോ, ഈ ഒരു സൈഡ് ലുക്ക് മാത്രമല്ല ഫ്രണ്ട് ലുക്ക്, റിയർ ലുക്ക് എല്ലാം എനിക്ക് ഭയങ്കര രീതിയിൽ അട്രാക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ സ്വിഫ്റ്റിൻ്റെ രണ്ടാമത് നമ്മൾ അട്രാക്റ്റ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ നോക്കിയിരുന്നത് മൈലേജാണ്. മൈലേജ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് വാഹനങ്ങൾ വരുമ്പോൾ കുറവായിരിക്കും മൈലേജ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണോ എന്നാൽ കുറവായിരിക്കും എന്നുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഗിയർ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനൊരു കുറവ് വരുന്നില്ല. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള മൈലേജ് ഇതിൽ കിട്ടും. ഇപ്പോൾ എനിക്ക് ആവറേജ് 16-17 എന്നുള്ള മൈലേജാണ് കിട്ടുന്നത്. അത് ലോങ് ആണെന്നുണ്ടെങ്കിൽ 20 അടുപ്പിച്ച് ആകും. ടൗണിലാണെന്നുണ്ടെങ്കിൽ 12-13 അടുപ്പിച്ചാകും. അങ്ങനെ ഒരു 15 to 17 മൈലേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു കോമ്പാക്ട് സൈസാണ്. നമുക്ക് പാർക്കിങ്ങിലും ഞാൻ ഡസ്റ്റർ കൊണ്ട് നടന്ന് ടൗണൊക്കെ പോയിട്ട് ഇതുകൊണ്ട് പോയപ്പോൾ ഭയങ്കര സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. കാരണം പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇടയ്ക്കൂടെ എടുത്തുകൊണ്ട് പോകാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ആ ഒരു കംഫർട്ട്നെസ് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. അതാണ് ഒരു ചെറിയ വണ്ടി വേണമെന്നുള്ളൊരു ആഗ്രഹിച്ചതിൻ്റെ മെയിൻ കാരണം അതാണ്. പിന്നെ ഡസ്റ്റർ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ഇതിൽ മിസ്സ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം അത് SUV ആണ്, ഇത് ഹാച്ച് ബാക്ക് ആണ്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ തന്നെ ഉള്ളൂ എനിക്ക് മിസ് ചെയ്യുന്നത്. കാരണം അത് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയ വലിയൊരു വാഹനം. അത് ഏത് ടെറൈൻസിൽ കൂടെ ഓൾ ടെറൈൻ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് റെനോ ഡസ്റ്റർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഹാച്ച് ബാക്ക് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അടിയൊക്കെ തട്ടുന്നത് സൂക്ഷിച്ചൊക്കെ എടുത്തുകൊണ്ട് പോണ്ടി വരും. അതുപോലെ നമ്മൾ ഇന്ന് രാവിലെ ഒരു ഡ്രൈവ് പോയിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈവ് പോയപ്പോൾ ഒരു ബാഡ് റോഡ്സ് മീൻസ് മോശം റോഡെന്നല്ല, നമ്മൾ BNPC ടാറിങ്ങി വരുന്ന റോഡല്ലാത്ത റോഡുകളുണ്ടല്ലോ,
പഴയ ടാറിങ് വരുന്ന റോഡുകൾ കൂടി ഓടിച്ചപ്പം കുറച്ച് ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഡസ്റ്ററിൽ ആ റോഡ് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു ഗുണം ഇതിൽ കണ്ടത് കോർണറിങ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര കൺട്രോളാണ്. നമുക്ക് ഭയങ്കര സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഡസ്റ്ററിൽ നമ്മൾ കോർണറിങ് നല്ലൊരു ഇതെടുക്കുമ്പോൾ നമ്മളൊന്ന് വലിയും, അപ്പുറത്തിരിക്കുന്നവർ കുറച്ചുകൂടെ ഒന്ന് വലിയും, ബോഡി റോളിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ആ ഒരു ഡസ്റ്ററിൻ്റെ ആ ഒരു ബോഡി റോളിങ് ആ കാര്യങ്ങൾ ഒന്നും ഇതിൽ വരുന്നില്ല. ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ ഓടിക്കുമ്പം നമ്മൾ കോർണറിങ്ങൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. അത് ആ ഒരു ക്ലിയറൻസ് കുറഞ്ഞ താഴ്ന്നൊരു വണ്ടിയായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് വ്യത്യാസം തോന്നിയിട്ടുള്ളത്. പിന്നീട് എനിക്ക് തോന്നിയൊരു വ്യത്യാസം നമ്മുടെ സ്റ്റിയറിങ് ഡസ്റ്ററിൻ്റെ നമ്മൾ ഫുൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് തന്നെ അതേ സ്ഥലത്ത് തന്നെ വരും. പക്ഷേ ഇതിനങ്ങനെ വരില്ല, നമ്മൾ തന്നെത്താൻ തിരിക്കണം. അതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ളൊരു ചേഞ്ചസ്. ഒരു കമ്പാരിസൺ ആയിട്ട് നിങ്ങൾ കൂട്ടരുത്. SUVയും സെഡാനും തമ്മിൽ SUVയും ഹാച്ച് ബാക്കും തമ്മിൽ കമ്പയർ ചെയ്യുന്നോടാന്ന് ചോദിച്ചുകൊണ്ട് പറയരുത്. എനിക്ക് തോന്നിയ വ്യത്യാസങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ളത് ഇതിൻ്റെ പവറിനെ പറ്റി പറയുമ്പോൾ ഡസ്റ്റർ 1.5 ലിറ്റർ എഞ്ചിനായിരുന്നു, 110 bhp പ്രൊവൈഡ് ചെയ്യുന്നൊരു എഞ്ചിനായിരുന്നു. പക്ഷേ സുസുക്കി സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 1.2 ലിറ്റർ 4 സിലിണ്ടർ ഇൻലൈൻ DOHC എഞ്ചിനാണ് ഇതിന് വന്നിരിക്കുന്നത്. ഇതിന് 83 bhpയും 113 Nm ടോർക്കുമാണ് വന്നിരിക്കുന്നത്. അപ്പം അതായത് 110 83 bhp വന്നെങ്കിലും ആ ഒരു വെയിറ്റിൽ നിന്ന് ഈ ഒരു വെയിറ്റിലേക്ക് ഞാൻ വന്നു. അതായത് ഈ വണ്ടിക്ക് അത്ര വെയിറ്റേ ഉള്ളൂ. അപ്പം അത്രയും വെയിറ്റുള്ള സ്ഥിതിക്ക് നല്ല പവർ തന്നെയാണ് ഈ വണ്ടി. 0-100 പെട്ടെന്ന് കയറുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് ട്രൈ ചെയ്ത് കേട്ടോ, ആരും ഇല്ലാത്ത റോഡില്ല. അപ്പോൾ എനിക്ക് നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു വണ്ടിയിൽ കിട്ടിയത്. പിന്നെ മാനുവൽ ഇട്ടിട്ട് നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പവറിൽ ഒരു ലാഗോ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഒരു ലാഗോ വരുന്നില്ല. ഓട്ടോമാറ്റിക് ഇടുമ്പം അറിയാമല്ലോ, കാല് പെട്ടെന്ന് കൊടുക്കുമ്പോൾ ഒന്ന് വലിങ്ങിട്ട്, അതായത് ഒന്ന് ഡൗൺ ആയിട്ടേ കയറി പോവുള്ളൂ. അത് അതിൻ്റെ ഒരു മെക്കാനിസം പഠിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. പിന്നീട് എനിക്ക് മിസ് ചെയ്ത വേറൊരു കാര്യം അതിൻ്റെ സസ്പെൻഷനാണ്. കാരണം ഏറ്റവും ബെസ്റ്റ് സസ്പെൻഷൻ തരുന്ന ഒരു വണ്ടിയാണ് റെനോ ഡസ്റ്റർ എന്ന് പറയുന്നത്. അതെനിക്ക് മിസ് ചെയ്യുന്നുണ്ട്, ശരിക്കും ഇതിനകത്ത് മിസ് ചെയ്യുന്നുണ്ട്. ഹാച്ച് ബാഗിൽ ആ സസ്പെൻഷൻ തരാൻ പറ്റില്ല. എങ്കിലും ഇപ്പോൾ നമ്മൾ ഡസ്റ്ററിൽ കുറേ ഗട്ടർ റോഡ്സിൽ ഒക്കെ ഓടിച്ച് കഴിയുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് കയറ്റിങ് കൊണ്ട് പോകാൻ, കുറച്ച് കുഴിയാണെങ്കിൽ ഒന്ന് ചാടിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിലത് പറ്റില്ല. ഇതിൻ്റെ ഷോക്കൊക്കെ കംപ്ലയിൻറ്റ് വരാറുണ്ട് എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 5-6 കുഴി ചാടി കഴിഞ്ഞാൽ എൻ്റെ ഷോക്ക് മാറേണ്ടി വരുമെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് അതിന് കൺസേൺഡായിട്ട് ഓടിക്കേണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ റോഡൊക്കെ അത്യാവശ്യം BNPC റോഡ്സാണ് എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം അതൊക്കെയാണ് എനിക്ക് പെട്ടെന്നല്ല, കുറച്ച് നീണ്ടുപോയി സ്വിഫ്റ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് എടുത്തു എന്നുള്ളൊരു കാരണം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയും ഇതിൻ്റെ കോട്ടിങ്ങുകളോ അല്ലെങ്കിൽ പെയിൻറ്റ് മാറ്റുന്നതോ അലോയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് പയ്യെ ചെയ്യാം. ഞാനൊരിക്കലും മോഡിഫൈ ചെയ്ത് പൊളിച്ച് നടക്കാൻ വേണ്ടി വാങ്ങിയൊരു വണ്ടിയല്ല ഇത്. എങ്കിലും അത്യാവശ്യം വേണ്ടിയ ബേസിക് റിക്വയർമെൻറ്റ്സ് ആണല്ലോ നമ്മുടെ കോട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു അലോ ഇടുന്നതെന്നുള്ളത്. വെളിയിലോട്ട് കിടക്കുന്ന അലോയ്സ് ഒന്നും അല്ല, നമ്മൾ നോർമൽ പയ്യെ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടിയിലേക്ക് കുറച്ച് അക്സസറീസ്, ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ച് അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്തേക്കാം. അപ്പം അതൊക്കെയാണ് നമുക്ക് സ്വിഫ്റ്റിൽ നമ്മൾക്ക് കിട്ടിയ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് ടേം എക്സ്പീരിയൻസ് നമ്മൾ പിന്നീട് എന്തെങ്കിലും ഇടാം. കാരണം ഇതിപ്പം കിട്ടിയതല്ലേ ഉള്ളൂ, കുറേ നാൾ ഓടിച്ചിട്ടിടാം. അതിന് മുന്നേ ഒരു സ്വിഫ്റ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. 2022 മോഡൽ വണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്തും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഡ്രൈവിംഗ് കുറച്ചുകൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു വണ്ടിയിൽ. അപ്പം ഭാവിയിലുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ അറിയിക്കാം. ഇൻസ്റ്റാഗ്രാമിലായിരിക്കും കൂടുതൽ ഞാൻ സ്റ്റോറീസ് ഇടുന്നത്. യൂട്യൂബിൽ ഇപ്പോൾ സ്റ്റോറീസ് നിർത്തി കേട്ടോ, യൂട്യൂബിൽ സ്റ്റോറീസ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. താഴെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID കൊടുത്തിട്ടുണ്ട്, വോക്ക് വിത്ത് നെഫ് എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ നെഫ് ക്യാപ്ചർ എന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.